നാട്ടിൽ വെക്കേഷന് പോയി വന്നാൽ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് റൂം ക്ലീനിങ് തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികളുള്ളവർക്ക് ഈ പൊടിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വന്നിട്ട് റൂമൊക്കെ ക്ലീൻ ചെയ്തു, ഏകദേശം ഫിനിഷായി. പക്ഷെ ഞാൻ ഈ പ്ലാന്റ് തീരെ തൊട്ടതേ ഇല്ല. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഇത് പൊടി പിടിച്ച് കിടക്കുകയാണ്. ഈ ടേബിളൊക്കെ ഞാൻ പറ്റുമ്പോഴൊക്കെ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പ്ലാന്റ് തൊട്ടതേ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു റിസൾട്ട് പ്ലാന്റിൽ കാണാനുണ്ട്. മൊത്തം പൊടി പിടിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ സിയ ബേബി പാടുന്ന പാട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും? അവൾ ടി വി നോക്കിയിട്ട് പാട്ട് പാടണം. നമ്മുടെ ഈ കണ്ണാരം പൊത്തിക്കളിക്കാൻ കണ്ടുവെന്ന് കള്ളം ചൊല്ല, ആ ഒരു പാട്ടിൻ്റെ പൊത്തിയാണ് അവൾ പറയുന്നത്. അങ്ങനെ നമ്മൾ നേരെ പ്ലാന്റിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുളിപ്പിച്ചെടുത്ത് ഇവിടെ ദുബായിൽ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ പൈപ്പിൽ വരുന്ന വെള്ളത്തിനൊക്കെ നല്ല ചൂടുണ്ട്. അപ്പോൾ ആ ചൂട് വെള്ളം കൂടുതൽ പ്ലാന്റിന് അടിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് ആ പൊടിയൊക്കെ കളഞ്ഞിട്ട് അതിനൊന്ന് വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന പുളിമുട്ടായി, നാട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവന്നത്. നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ കുറേ കഴിച്ചിട്ടുണ്ടല്ലോ, നൊസ്റ്റാൾജിയ. അങ്ങനെ ക്ലീനിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞു. നമ്മുടെ സിയ ബേബി അവളുടെ ബേബിനെ ഉറക്കിക്കുന്ന തിരക്കിലാണ്. അത് വെക്കാം, വാവ പാട്ടോടി കൊടുത്തേ. അത് വേണ്ട, ഉണ്ണി വാവ പാടി കൊടുത്തേ. പാപ്പ കൊടുക്ക് ബേബിക്ക്. Sleeping? Baby sleeping? She was at the നല്ല മൂഡാണെങ്കിൽ അവൾ ഇങ്ങനെയൊക്കെ കളിക്കും. അഥവാ അവളുടെ മൂഡ് ശരിയില്ലെങ്കിൽ കരഞ്ഞുകൊണ്ടേ ഇരിക്കും. എൻ്റെ വാലും പിടിച്ചിട്ട് നടക്കാനിരിക്കാനും വിടാതെ ആ ഒരു ടൈപ്പ് സ്വഭാവം അവൾ കാണിക്കും. അങ്ങനെ നമ്മൾ അടുത്ത് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ ഓവനാണ്. ഓവൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോഴേക്കും പ്ലാന്റിൻ്റെ വെള്ളം കുറച്ചൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. അങ്ങനെ അതിനെടുത്ത് നേരെ ഞാൻ പുറത്ത് വിൻഡോയിൽ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇവിടെ ഒരാൾ എന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്തതുപോലെ സ്റ്റൂളിൻ്റെ മേലെ കയറിയിട്ടൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. പ്ലാന്റ് പിടിക്കുന്നതാ, ടച്ച് ചെയ്യുന്നതാ, ടച്ച്. ഓക്കെ, വെക്കട്ടെ, അമ്മ വെയിലത്ത് വെക്കട്ടെ. പ്ലാന്റിനൊക്കെ ഞാൻ വെയിലത്ത് വെച്ചിട്ട് നേരെ കിച്ചണിലോട്ട് പോയി ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡിയാക്കുകയാണ്. ഗീ റൈസും ചിക്കൻ കറിയും റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ക്ലീനിങ് ഒക്കെ ഏകദേശം ഫിനിഷായി. അടുത്ത പരിപാടി കുക്കിംഗ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് സിയ ബേബിനെ കുളിപ്പിച്ചിട്ട് ഫുഡ് കൊടുക്കണം. അപ്പോൾ അതിനത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ടാറ്റാ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ.